ഹായ്, പാടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മാംഗോ ഫ്രൂട്ടിയാണ്. പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള മാംഗോ ഫ്രൂട്ടി. ഈ മാംഗോ ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമുക്കൊക്കെ ജ്യൂസൊക്കെ മേടിക്കണം. ഇത് മാങ്ങ പഴമുള്ളവർക്ക് ജ്യൂസ് മേടിക്കണ്ട. ഇത് ഉണ്ടാക്കി നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. തണുത്തിട്ടാണല്ലോ നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. അത് അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 10-15 ദിവസം അങ്ങനെ ഇരിക്കും. അപ്പോൾ വീട്ടിൽ നിറയെ മാങ്ങാപ്പഴം ഉള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാകും. ഇത് കുടിക്കാനാണെങ്കിലും നല്ല തണുത്തിട്ട് കുട്ടികൾക്ക് ഇടയ്ക്ക് പോയി കുടിക്കുന്ന സാധനമാണ് ഫ്രൂട്ടി. കടകളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഫസ്റ്റ് പറയണത് അമ്മ ഫ്രൂട്ടി വാങ്ങി തരുമെന്നാണ് പറയണത്. പക്ഷെ നമ്മുടെ ഇത് വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ചോദിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൽ എന്തൊക്കെ വേണ്ടതെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മാമ്പഴം നോക്കിക്കോളൂ. നല്ല പഴുത്ത മാമ്പഴം. ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര, ഒരു പച്ചമാങ്ങ. പച്ചമാങ്ങ പറഞ്ഞാൽ ഇത് പച്ചമാങ്ങയല്ല, ചെനഞ്ഞതാണ്, പുളി കുറവുമാണ്. പുളി കുറവ് ഈ 2 മാങ്ങ എടുക്കണം. നല്ല പഴുത്തതും എടുക്കണം. ഒരു മാങ്ങ അതായത് നിങ്ങളുടെ വീട്ടിൽ എത്ര ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ട്. ഇതിലിപ്പോൾ ഞാൻ 2 പീസേ എടുക്കുള്ളൂ. നല്ല ചെനഞ്ഞ മാങ്ങയാണ്, പുളി കുറവുമാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ മാങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു. കുറച്ചേ ഉള്ളൂ. 4 മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. നോക്കോളൂ. ഇതിലിപ്പോൾ ഞാൻ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ 4 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് പച്ചയാണ്. പച്ചയല്ല, ചെനഞ്ഞത്, അതായത് നല്ല മൂത്തത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെത്തിയിട്ടുണ്ടല്ലോ ചെനഞ്ഞ മാങ്ങ, അതിൻ്റെ 2 സൈഡ് മാത്രമേ എടുക്കാവൂ. 2 സൈഡ് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ എത്ര ജ്യൂസ് ഉണ്ടാക്കണം അത്ര. ഇപ്പോൾ ഞാൻ 4 പഴം വെച്ച് ചെയ്യണത് കാരണം ഇങ്ങനെ എടുക്കണം. ഇത് വേണ്ട, 2 പീസ് മാത്രം. ഇതാ ഈ 2 പീസേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തതായി നമുക്കിത് 2 ചെത്തി കറക്റ്റാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഒരു കട്ടിയുള്ള ഫാൻ എടുത്ത് വെക്കുക. ഫാൻ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾക്കിതിൽ മാമ്പഴം കൊട്ടിക്കൊടുക്കണം. പഴുത്തത് കൊട്ടിക്കൊടുത്തോളൂ ഫസ്റ്റ്. മാമ്പഴം കൊട്ടിക്കൊടുത്തിട്ട് നമ്മൾക്കിനി കുറച്ച് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ മാങ്ങ, അതായത് ഞാൻ പച്ച മാങ്ങ വേണമെന്ന് പറഞ്ഞല്ലോ ചെനഞ്ഞത്, അതും കൂടെ ഇതിൽ കൊട്ടിക്കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കണം. നല്ല ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കണം. നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ. ഇത്രയും കൂടി ആവണം, വേകണം. നല്ലോണം ഒന്ന് ചെഞ്ഞതിട്ടില്ല, അതും കൂടെ ഒന്ന് ഇങ്ങനെ ആകണം. നമുക്ക് ഒന്നും കൂടി മൂടി വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതുപോലെ നല്ല കട്ടിയുള്ള ഏത് പാത്രത്തിൽ വെച്ച് ചെയ്തോളൂ. പാത്രത്തിൻ്റെ അടി നല്ല കട്ടി ഉണ്ടാവണം. അതിന് ചേർന്നൊരു മൂടിയുമായിരിക്കണം. ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇപ്പോൾ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആവും. നല്ലപോലെ തിളച്ചിട്ടുണ്ട്, വെന്തിട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊന്ന് ഗ്യാസ് ഓഫാക്കി ഇടാം. ഇതൊന്ന് നല്ലപോലെ തണുക്കട്ടെ. തണുത്ത ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി നല്ല ചൂടാറിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ഇതിനെ അരിച്ചെടുക്കാം. ഇത് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ നല്ല അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതുപോലെ ഒരു ജാർ എടുക്കുക. ഈ ജാറിലേക്ക് ഇതിനെ കൊട്ടി കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. നോക്കിക്കോളൂ. ചൂടാറിയ ശേഷം ചെയ്യാവോ. ഇങ്ങനെ നല്ല പോലെ അരച്ചെടുക്കുക. അരച്ചിട്ട് വീണ്ടും ഇതിൽ കൊണ്ട് ഒഴിക്കുക. നല്ല പോലെ ഇതിൻ്റെ അങ്ങനെ നല്ല പോലെ അരിച്ചെടുക്കണം. ഇതിൽ തന്നെ അരിക്കാനേ പാടുള്ളൂ. ഇതിൽ ചവറുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അരിക്കുന്നത്.
എടുത്തുകൊണ്ടേയിരിക്കണം. ഇതിന്റെ ഇത് നല്ല ഇങ്ങനെ വീഴണ കണ്ടില്ലേ, ഇത് മുഴുവനും വീഴണം. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു കയ്യിലുണ്ട് വെച്ച് അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണം. സ്പൂൺ വെച്ച് ചെയ്താലും മതി. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ നല്ല നാര് വരും. ആ നാര് ഫ്രൂട്ടികളിൽ ഉണ്ടാവില്ലല്ലോ, അതിനകത്ത് ചെയ്യണത് അതുകൊണ്ടല്ലോ. ഇതിൽ അങ്ങനെ നാരാണ്, നോക്കോളൂ. ഇനി നമുക്ക് ഇത് വേണ്ട, അത് നമുക്ക് വേസ്റ്റ് ആക്കാം. അതിൻ്റെ അടിയത്തൊക്കെ നമുക്ക് എടുക്കാം. ഇതൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് ഇതിന് ഇനി നല്ല ജാറിലിട്ട് ഒന്നും കൂടെ അടിക്കണം. അതായത് അത് തണുത്ത വെള്ളം വെച്ച് അടിച്ചാൽ മതി. നിങ്ങൾക്ക് എങ്ങനെ വെള്ളം അതേപോലെ സൗകര്യത്തിൽ അടിക്കുക. അപ്പോൾ ഇതിൽ മധുരം ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും. അല്ല മധുരം പോരാന്ന് ഇനിയും തോന്നുകയാണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തണുത്ത വെള്ളം വെച്ച് അടിച്ചിട്ട് ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിന് ഇനി നമുക്ക് മിക്സിയിലേക്ക് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒന്നും കൂടെ അടിച്ചു കൊടുക്കാനാണ് ഇതിലിടുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തണുത്ത വെള്ളമാണ്, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത്തിരി നല്ല തിക്കൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിക്കോളൂ, ഇതാണ്ടല്ലേ 3 തിക്കൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടിക്കാം. കറക്റ്റ് ആയില്ല, ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ. നമുക്ക് ഇതും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട്, നോക്കിക്കോളൂ. നമുക്കിതിനെയും കൂടെ ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. ഫ്രൂട്ടി റെഡി ആയിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇതിപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച വരെ ഇരിക്കും. നമുക്കൊരു ഫ്രണ്ടോ ആരെങ്കിലും വരുന്നുണ്ട് ദൂരത്ത് നിന്ന് വെച്ചാൽ വീട്ടിൽ മാമ്പഴം ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഒരു 10-15 ദിവസം ഇരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇത് അടിച്ചു വെച്ച് പറഞ്ഞാൽ ജോലി അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി നേരത്തെ ചെയ്തും വെക്കാം. കുട്ടികളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കുട്ടികളും കുടിക്കും. വീട്ടിൽ മാമ്പഴം കൊണ്ട് വെച്ചാൽ ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കഴിക്കുമോ. പക്ഷെ നമ്മുടെ പഴുത്ത മാങ്ങ വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്കിത് പെട്ടെന്ന് അടിക്കുകയും വേണം, പെട്ടെന്ന് കുടിക്കുകയും വേണം. അപ്പൊ ഇതാകുമ്പോൾ നമുക്കൊരു 10-15 ദിവസം അങ്ങനെ എടുത്തു വെക്കാം. 15 ദിവസമൊന്നുമില്ല, നിറയെ ഫ്രണ്ട്സുകൾ ഇവരൊക്കെ വരികയാണെന്ന് വെച്ചാൽ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ജ്യൂസൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രൂട്ടി ആയിട്ട് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാതെ തമാശ പോലെ. അതിനാണ് ഞാനിത് നിങ്ങൾക്ക് എളുപ്പ പണി ചെയ്യേണ്ട പണിയാണ് ഞാനിത് കാണിച്ചത്. ഒന്നുമില്ല, മാമ്പഴം ചെത്തണോ പഞ്ചസാര ഇടണോ ഒന്ന് വേവിക്കണം. അതായത് കുറച്ച് ഒരു ചെനഞ്ഞ മാങ്ങയും കൂടി വേണം. രണ്ടും കൂടി ജോയിന്റ് ആയാലേ നമുക്ക് ഫ്രൂട്ടിന്റെ ഇതാവുള്ളൂ. ഇത് എടുത്ത് വെച്ചാൽ കേട് വരില്ല. നിങ്ങൾ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എല്ലാവർക്കും ബൈ.